Welcome to a new episode of Icons of India in Thane in Mumbai. ഒരിക്കൽ കൂടെ നിങ്ങളെ എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. So again today I'm here with another story, another life experience which should be shared with our viewers. It's really interesting to meet new people and to listen how they have maintained their brand, because creating something is easier but maintaining something is actually difficult. So today I'm here with my guest Mr. PB Francis, and he is with me in Thane, and he is one of the pioneer manufacturers and exporters in Mumbai, in the industries of Mumbai. They are into manufacturing of different machineries. ഒരുപാട് സമയം ഞാൻ നിങ്ങളുടെ വേസ്റ്റ് ചെയ്യുന്നില്ല, ബിക്കോസ് ഐ എം ഓൾസോ ക്യൂരിയസ് ടു നോ മോർ അബൌട്ട് ദിസ് ബിസിനസ് ആൻഡ് ഹിസ് ലൈഫ് എക്സ്പീരിയൻസസ്. സോ എൻ്റെ ഈ പ്രോഗ്രാമിലേക്ക് എൻ്റെ ഇന്നത്തെ ഗസ്റ്റിനെ ഫ്രാൻസിസ് സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സർ. നമസ്തേ. ഒരുപാട് ബിസി ലൈഫാണ്, ഒരു ഫാസ്റ്റ് മൂവിങ് ലൈഫാണ് മുംബൈയിലെ. ഥാനയിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ സ്റ്റാർട്ട് ചെയ്ത സർ ഒരു യാത്ര, ഒരു ജേർണി ആയിരുന്നു. അന്ന് ചിലപ്പം വിചാരിച്ചിരുന്ന് കാണത്തില്ല, ലൈക്ക് ഐ വിൽ ബി ഹിയർ ഫോർ ദിസ് മച്ച് ലോങ് ടൈം ഓർ ഐ വിൽ ഡു മൈ ഓൺ ബിസിനസ് എന്നൊന്നും വിചാരിക്കാതെ ആയിരിക്കും ഒരു ആസ് എ യങ്സ്റ്റേഴ്സ് എവിടെ എത്തിയത്. ഒരു നമ്മുടെ മലയാളീസിന്റെ ലാംഗ്വേജ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെട്ടിയുമായിട്ട് ഇവിടെ എത്തുന്നത്. എങ്ങനെയായിരുന്നു സാർ ആ ഒരു തുടക്കം? ഞാൻ വരുന്നത് ആക്ച്വലി 1978 ഞാൻ ഇവിടെ ബോംബെയിൽ എത്തുന്നത്. അപ്പോൾ അന്ന് എനിക്ക് എൻ്റെ കസിൻസ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കസിന് ആക്ച്വലി ഞാൻ കേരളത്തിൽ പഠിച്ചതും എഞ്ചിനീയറിംഗ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് ആ ഫീൽഡിലേക്ക് തന്നെ ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് ജോലി ഉടനെ കിട്ടി. ഞാനത് സ്റ്റാർട്ട് ചെയ്തു. ഒരു 6 വർഷം ഞാൻ സെയിം കമ്പനിയിൽ പല വർക്കുകളായിട്ട് അവിടെ ചെയ്ത് ഒരു എക്സ്പീരിയൻസ് അവിടെ എടുത്തു. അതിനുശേഷം എനിക്ക് തോന്നി നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിട്ട് മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന്. പക്ഷേ അന്ന് ഫൈനാൻസ് ഇല്ല. അപ്പോൾ എങ്ങനെ ചെയ്യും? അങ്ങനെയാണ് കുറച്ച് പൈസ അവിടുന്ന് ഇവിടുന്നൊക്കെ ഒപ്പിച്ചിട്ട് ഒരു ബിസിനസ് ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്ത് 1984 ഞങ്ങൾ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഒരു 2 വർഷം അന്ന് അല്ല, എൻ്റെ കസിൻ ബ്രദർ ഉണ്ടായിരുന്നു കൂടെ. അത് 2 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഒരു ഗുജറാത്തിൽ ഉമ്മർഗാവ് എന്ന് പറഞ്ഞിട്ട് സ്ഥലത്ത് അത് GIDC ഫാക്ടറി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു ഫാക്ടറി എടുത്ത്. അപ്പോൾ അന്ന് പൈസ കയ്യിലില്ല. അപ്പോൾ പക്ഷേ അവരുടെ ഡിമാൻഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ 25% കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫാക്ടറി നിങ്ങളുടെ അണ്ടറിൽ തരും. പിന്നെ നിങ്ങൾക്ക് ലോണ് എന്താണെന്ന് വെച്ചാൽ പാസ്സാക്കി തരും. അങ്ങനെ ഞങ്ങളൊരു നട്ട് ബോൾട്ടൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ളൊരു പ്ലാൻ ഇടാനായിട്ടുള്ള പരിപാടിയായിരുന്നു. അങ്ങനെ എല്ലാം ഓൾമോസ്റ്റ് ഫാക്ടറി നമുക്ക് കിട്ടി. അതിനുശേഷം എൻ്റെ വേറൊരു പാർട്ട്ണർ സർദാർജി ആയിരുന്നു. അദ്ദേഹം ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചു. അയാൾക്കാണ് ആക്ച്വലി ഈ ഒരു ഇതിനെപ്പറ്റി അറിയാമായിരുന്നു. അവരെന്നെ പാർട്ട്ണറായിട്ട് വെച്ചതാണ്. അങ്ങനെ ആ ഒരു ഇത് ഡ്രോപ്പായി അവിടെ. പിന്നെ ഒരു ഫാക്ടറി ഇപ്പോഴും ഉണ്ട്. സർദാർജിയുടെ ഒരു അനിയൻ അത് നോക്കുന്നു. നമ്മളതിൻ്റെ ഷെയർ വാങ്ങി. അതിനുശേഷം നമ്മൾ ഇവിടെ തന്നെ കണ്ടിന്യൂസ് ചെയ്ത് താനയിൽ. നമ്മൾ ഈ ഇങ്ങനെ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. ബിസിനസ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. കാരണം കയ്യിലും കാശ് വേണം, റോളിങ്ങിന്, മെറ്റീരിയൽസിന്, ഇതിന് എല്ലാത്തിനും പൈസ വേണം. അപ്പോൾ പല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് 1995 നമ്മൾ ഒരു പുതിയൊരു ഐറ്റം ഡെവലപ്പിംഗ് ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഈ HDP എന്ന് പറയും, ഹൈ ഡെൻസിറ്റി പോളിഇഥിലീൻ. ഈ മെറ്റൽ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു തരം പൈപ്പാണ്. ഈ പൈപ്പ് പല സൈസിലുള്ളുണ്ട്. ഒന്ന് ചെറിയ ഡയമീറ്റർ, ഒരു 30 mm മുതൽ അങ്ങ് 1600 ഡയ വരെ, 1.6 മീറ്റർ ഡയ വരെയുള്ള പൈപ്പുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ പൈപ്പിന്
ഒരു പൈപ്പും മറ്റൊരു പൈപ്പും തമ്മിൽ ജോയിൻ ചെയ്യുന്ന മെഷീനാണ് ഞങ്ങൾ ഉണ്ടാക്കുക. അതിന് പേര് പറയുന്നത് HDP പൈപ്പ് ബഡ് ഫ്യൂഷൻ ജോയിന്റിങ് മെഷീൻ ആണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കി സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾ 96 ഒരെണ്ണം ഉണ്ടാക്കി. അതിനുശേഷം നമ്മൾ മാർക്കറ്റിംഗ്, അപ്പോൾ ആ സമയത്ത് കോമ്പറ്റീറ്റർ ആരാണ് എന്നൊന്നും നമുക്കറിയില്ല. എൻ്റെ വേറൊരു ക്ലയൻറ്റ് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഇതുവരെ ഒരു ഫോട്ടോ കാണിച്ചിട്ട് പറഞ്ഞ് നിങ്ങളിത് ഒന്ന് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളുടെ ഐഡിയയിൽ കൂടി ഫോട്ടോ കണ്ടിട്ടായിരിക്കും മെഷീൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഈസിയുള്ള കാര്യമല്ല. നമ്മളുടെ രീതിയിൽ കൂടി നമ്മളതിനെ ഡെവലപ്പ് ചെയ്ത് ഉണ്ടാക്കി ഒരെണ്ണം സപ്ലൈ ചെയ്തപ്പോഴാണ് അവർക്ക് എനിക്ക് മനസ്സിലാവുന്നത് ഇതിൻ്റെ അകത്ത് ഇന്ത്യയിൽ ആരും ഉണ്ടാക്കുന്നില്ല, അത് പുറത്തുനിന്ന് വരുന്നതാണ്, ഔട്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് വരുന്നതാണ്. അപ്പോഴാണ് എടുത്തിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്ത് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് കാറ്റലോഗ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഓൾ ഓവർ ഇന്ത്യയിൽ. അപ്പം അന്ന് എൻ്റെ ഭാര്യ അവളാണ് എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ത്യയിൽ അവിടെയൊക്കെ ക്ലയൻ്റ് ഉണ്ട്, അവരെയൊക്കെ അഡ്രസ്സ് എടുത്തിട്ട് ഞങ്ങൾ അവർക്ക് കാറ്റലോഗ് അയച്ചു കൊടുക്കും. യെല്ലോ പേജസ് പിന്നെ CNI എന്ന് പറഞ്ഞിട്ട് ബുക്ക് ഉണ്ട്. അതിൻ്റെ അന്ന് ഇങ്ങനെ നോക്കി എല്ലാം അഡ്രസ്സും ഞാൻ തിരക്കി കൊടുക്കും. എന്നിട്ട് അയാളത് ഇൻവെലപ്പിനകത്താക്കി ഒട്ടിച്ച് എനിക്ക് തരും. ഞാൻ കൊണ്ട് പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുവരും. അങ്ങനെ ഓരോ സ്ഥലത്തും ഈ സാധനം പോയി അവിടെ നിന്ന് നമ്മളുടെ സ്റ്റാർട്ട് ചെയ്തു. ഭയങ്കര ഹാർഡ് വർക്കാണ് അത്. പറഞ്ഞ് പറയാൻ പറ്റൂല, ആ രീതിയിലുള്ള ഓട്ടമായിരുന്നു. മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഫൈനാൻസ് ഇല്ല. മെയിനായിട്ട് നമ്മളിപ്പോൾ ഒരു ലോൺ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു ഫോർമാലിറ്റീസ് ഉണ്ട്. നമ്മളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു ലോൺ എടുക്കണമെങ്കിൽ പ്രോപ്പർട്ടി വേണം. അപ്പോൾ അന്ന് അത് ഇല്ലായിരുന്നു. ഓക്കെ, അതൊക്കെ തരണം ചെയ്ത് പിന്നെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ഒരു 2002 ഞാൻ നടത്തിയിരുന്ന ആ ഫാക്ടറിയിൽ നിന്ന് മാറി കുറച്ച് വലിയ ഫാക്ടറി എടുത്തു. അതിനുശേഷം ബിസിനസ് കൂടി 2003 മുതൽ കർണാടകത്തിലേക്കൊക്കെ ഭയങ്കര ഓർഡറായിരുന്നു. രാത്രിയും പകലും ആൾക്കാരിൽ നിന്ന് ഓർഡേഴ്സ്, കണ്ടിന്യൂസ് ഓർഡർ ആയിരുന്നു. അന്ന് തൊട്ട് സർ താനയിലാണോ? ഞാൻ താനയിൽ 78 മുതൽ താനയിൽ തന്നെ. അതെ. ഇപ്പം എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ്? ഇപ്പൊ പ്രൊഡക്ട്സ് ഇതേ സെയിം പല പല ഡിഫറെന്റ് ഡയമീറ്ററിൽ ആണ് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഡിഫറെൻറ്റ് ഡയമീറ്റർ, ചെറിയ ഡയമീറ്റർ ആകുമ്പോൾ അത് മാനുവൽ ഓപ്പറേഷൻ ചെയ്തിട്ട് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒരു സൈസ് വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഹൈഡ്രോളിക് ഓപ്പറേറ്റഡ് ആയിട്ട് മതി. ഹൈഡ്രോളിക്കിലാണ് ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ടൈപ്പിലുള്ള മെഷീൻസാണ് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഇന്ത്യയിൽ ചെയ്തുകൊണ്ട് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് പുറത്തുനിന്ന് എൻക്വയറി വരാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ഇന്ത്യ മാർട്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു വെബ്സൈറ്റിൽ ഇട്ടിട്ട് അവർ ത്രൂ നമുക്ക് ഔട്ട് ഓഫ് കൺട്രിയിൽ നിന്ന് ഓർഡർ വന്നു തുടങ്ങി. അങ്ങനെ അവർക്ക് ഞങ്ങൾ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. ഒരു നല്ലൊരു സ്റ്റൈലിൽ ഉണ്ടാക്കിക്കൊണ്ട് നല്ല ഓർഡേഴ്സ്, നല്ല പൈസയും വന്നിരുന്നു. ഇപ്പൊ എത്ര സ്റ്റാഫ് ഉണ്ട് സർ? ഇപ്പൊ 15 സ്റ്റാഫ് ഉണ്ട്. അപ്പൊ ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാം ലൈക്ക് ജാപ്പാൻ മെഷീൻസ് അങ്ങനെ, അതോ ഇന്ത്യൻ മെഷീൻസ് തന്നെയാണോ? ഇവിടെ ഉപയോഗിക്കുന്ന എല്ലാ ഇന്ത്യൻ മെഷീൻസ് തന്നെയാണ്. ഇപ്പൊ നമുക്ക് പക്ഷേ എക്സ്പോർട്ട് ഉള്ളത് ഓൾ ഓവർ ഇന്ത്യ ആൻഡ് അബ്രോഡ് തന്നെയാണ്. ഇപ്പൊ മോനും വേറെ ഒരു ബിസിനസ് പറഞ്ഞു ഇതാണ് വില്ല പ്രോജക്ട്. അത് എക്സാക്ട്ലി ചേർത്തലയിൽ എവിടെയാണ്? ചേർത്തലയിൽ തൈക്കൽ ബീച്ച് ഉണ്ട്. തൈക്കൽ ബീച്ച് എന്ന് പറഞ്ഞാൽ ഫേമസ് ആണ്. അതിന്റെ ബീച്ചിൽ നിന്നൊരു 500 മീറ്റർ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പ്രോജക്റ്റ് ആണ്. അപ്പൊ ഒരു വില്ല പ്രോജക്റ്റ് ആണ്. 3 BHK ആണ്. വേറെ ലൈക്ക് നമ്മള് ഒരു കുറച്ചുകൂടെ ഇതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബീച്ചിന്റെ അടുത്ത്. അതെ, ബീച്ചിന് രാത്രി ഒന്ന് പോയിട്ട് അവിടെ പോയിട്ട് ഇരിക്കണമെന്ന്, കാറ്റ് കൊള്ളണമെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് ബീച്ചിലെത്താം. അപ്പൊ നല്ലൊരു ഏരിയ ആണ്. നമുക്കൊരു വില്ല എടുക്കണം, അല്ലെങ്കിൽ നാട്ടിൽ കുറച്ച് റെസ്റ്റ് പോയി ചെയ്യാനുള്ള ഒരു വില്ല ഒന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ 1-2 ഫ്ലോർസ് ആണ് സർ? ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ്, ഗ്രൗണ്ട് ആൻഡ് ഫസ്റ്റ് ആണ്. 3 BHK ആണ്. അതേപോലെ എല്ലാം 2 കാർ പാർക്ക് ചെയ്യാൻ പാർക്കിംഗ് ഉണ്ട്. അപ്പൊ നമ്മളത് ഫുള്ളി കൺസ്ട്രക്റ്റഡ് ആണ്. ജസ്റ്റ് നമ്മുടെ സാധനങ്ങളെല്ലാം കൊണ്ടുപോയിട്ട് നമുക്കിപ്പോ വരുന്ന ആൾക്കാർക്ക് കിച്ചൺ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ അകത്തുള്ള ഫർണിഷിംഗ് മോഡുലർ കിച്ചൺ ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആണ്. അതിന്റെ എന്തെങ്കിലും പ്രോജക്റ്റിന്റെ നെയിം
ചെയ്തിട്ടുണ്ടോ? നെയിമായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തൽക്കാലം ഞങ്ങള് ഒരു സ്റ്റാർട്ടിങ് ചെയ്തതേ ഉള്ളൂ, അതുകൊണ്ട് അതിനൊരു പേര് കൊടുത്തില്ല. കൊടുക്കണമെന്നുണ്ട്. അതിപ്പോ ഫസ്റ്റ് ഒരെണ്ണം സെയിലായി കഴിഞ്ഞതിന് ശേഷം അടുത്ത പ്രൊജക്റ്റിലേക്ക് പോകും. കാരണം അത് നടക്കോ ഇല്ലെന്നുള്ളത്, അല്ലെങ്കിൽ ഫൈനാൻസ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. മിസ്റ്റർ കെന്നത്ത് ആണ് അതിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. മാമിന്റെ പേരെന്തായിരുന്നു? ബീന ഇൻസി എന്നാണ് ആക്ച്വലി അയാളുടെ ചർച്ചിൽ ഇട്ടിരിക്കുന്നത്. വീട്ടിൽ വിളിക്കുന്നത് ബീന. അപ്പൊ ഇവിടെ ഞങ്ങള് ബീന എന്നാ വിളിക്കുന്നത്. എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? ഇപ്പൊ 34ാമത്തെ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ സർ, ജനിച്ചതും വളർന്നതൊക്കെ? ഞാൻ കൊച്ചിയിലാണ്. കൊച്ചിയിൽ തോപ്പുംപടിക്ക് അടുത്ത് മുല്ലങ്കുഴി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം. അവിടെ നമ്മളൊരു സാധാരണ ഒരു വീട്ടിലാണ്. എൻ്റെ ഫാദറിൻ്റെ പേര് ബെർണോ എന്നാണ്. അപ്പം ഈ വീടിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ഒക്കെ വർക്കുകളൊക്കെ ചെയ്ത് കൊടുക്കുകയായിരുന്നു. അതായിരുന്നു വർക്ക്. മദർ വീട്ടില് സെലിൻ എന്നാണ് അമ്മയുടെ പേര്. ഇപ്പൊ ഈ ഒരു കൊറോണ വന്നതിന് ഏപ്രിൽ 9 ആള് മരണമടിച്ചു. അന്ന് 84 ഇയേഴ്സ് ആയിരുന്നു. അപ്പൻ മരിച്ചിട്ട് 28 ഇയേഴ്സ് ആയി. 28 ഇയേഴ്സ് ആയിട്ടുണ്ട്. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒരുപാട് യങ്സ്റ്റേഴ്സ് അല്ലാതെ ആൾക്കാരും സാറിനെ കാണുന്നുണ്ട്. സോ വാട്ട് മെസ്സേജ് യു വുഡ് ലൈക്ക് ടു കൺവേ ഫോർ ദം? സിൻസിയറായിട്ട് വർക്ക് ചെയ്യുക, എല്ലാവരോടും നല്ല സ്നേഹത്തോടുകൂടി അവരുമായിട്ട് ഇടപെടുക, ഹാർഡ് വർക്ക് ചെയ്യുക. ഇത്രയൊക്കെ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതാണ് സാറിന്റെ ലൈഫിൽ പഠിച്ചിട്ടുള്ള ഒരു ടീച്ചിങ്സ് ആണ് സാർ നമ്മുടെ വ്യൂവേഴ്സിന് പറയാനുള്ളത് എന്നുള്ളതാണ്. സോ വി വിഷ് യു എ ഗുഡ് ഹെൽത്ത് ആൻഡ് സക്സസ് സർ, ആൻഡ് വി ആർ ഗ്ലാഡ് സാറുടെ ഒരു ഇത്രയും ബിസി ആയ ഒരു സ്കെഡ്യൂളിൽ നിന്ന് നമുക്ക് ചെറിയൊരു സമയം തന്നു, നമ്മളോട് സാറുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. ഇറ്റ് വാസ് ഗ്രേറ്റ് ടോക്കിംഗ് ടു യു സർ, ആൻഡ് വി വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ഓൾ യുവർ അപ്കമിംഗ് ആൻഡ് ഓൺഗോയിങ് വെഞ്ചേഴ്സ്. താങ്ക് യു സോ മച്ച് സർ.